ഷാഫി പറമ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ അഥവാ രാഷ്ട്രീയ കൊടുംവിഷമാണെന്ന എ റഹീം. പാലക്കാടെത്തിയാൽ സോഫ്റ്റ് ഹിന്ദുത്വം, ഇവിടെ മതന്യൂനപക്ഷം, രാഷ്ട്രീയ കുമ്പിടിയാണ് ഷാഫി എന്നും റഹീം വടകരയിൽ പറഞ്ഞു. റിപ്പോർട്ടോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഷാഫി പറമ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ അഥവാ രാഷ്ട്രീയ കൊടുംവിഷം ആണെന്ന് എ റഹീം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നടന്ന വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ വടകരയിൽ സംഘടിപ്പിച്ച യൂത്ത് അലേർട്ട് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ റഹീം. വടകരയിലെ ഈ മഹത്തായ ജനാവലിയെ സാക്ഷി നിർത്തി ആവർത്തിച്ചു ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് കേരളത്തിൽ നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. വടകരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് അപ്പുറം വ്യാജ നിർമ്മിതികളുടെ കുന്തമുനകൾ ആണ് UDF കാഴ്ചവെച്ചതെന്നും എ റഹീം പറഞ്ഞു. ഷാഫിക്ക് പാലക്കാട് എത്തിയാൽ സോഫ്റ്റ് ഹിന്ദുത്വമാണ്, വടകരയിൽ മതന്യൂനപക്ഷ വർഗീയതയും, രാഷ്ട്രീയ കുമ്പിടിയാണ് ഷാഫിയെന്നും എ റഹീം കൂട്ടിച്ചേർത്തു. കുമ്പിടിയാണ് കുമ്പിടി, രാഷ്ട്രീയ കുമ്പിടി. പാലക്കാട് പോയാൽ സോഫ്റ്റ് ഹിന്ദുത്വ, ഇവിടെ വന്നാല് മതന്യൂനപക്ഷ വർഗീയത, രാഷ്ട്രീയ കുമ്പിടി. തുറന്നു കാട്ടേണ്ടവരെ തുറന്നു കാട്ടുക തന്നെ വേണം, അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പ്രവർത്തനം ആവില്ല. മുരളീധരനും മുല്ലപ്പള്ളിയും മത്സരിച്ചപ്പോൾ ഇതുപോലെ യൂത്ത് അലേർട്ട് നടത്തേണ്ട കാര്യം ഉണ്ടായിട്ടില്ലെന്നും എ റഹീം പറഞ്ഞു. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയതും ഇതേ സംഘമാണ്. ഞങ്ങൾക്കെതിരെ മാത്രമല്ല പലർക്കും എതിരെ രാഷ്ട്രീയ വിഷം ചീറ്റിയിട്ടുണ്ടെന്നും എന്തും ചെയ്യാൻ മടിക്കാത്ത രാഷ്ട്രീയ വിഷമാണ് ഷാഫിയെന്നും യൂത്ത് കോൺഗ്രസിൽ ഷാഫിയോട് എതിർപ്പുള്ളവരോട് ചോദിച്ചാൽ ഇക്കാര്യം അടിവരയിടുമെന്നും റഹീം പറഞ്ഞു. വടകര പലതവണ വർഗീയതയെ അതിജീവിച്ച മണ്ണാണ്, ഇതും അതിജീവിക്കും. ലീഗിന് മേൽ ചാരി നിൽക്കുന്ന തെരുവ് ചട്ടമ്പിയായി കോൺഗ്രസ് മെലിഞ്ഞുവെന്നും റഹീം പറഞ്ഞു. കേരളത്തിൽ എവിടെയാണ് കോൺഗ്രസ്? മലബാറിൽ കോൺഗ്രസ് ഉണ്ടോ? ലീഗുണ്ട്. ആ ലീഗിന്റെ പെട്ടലേക്ക് ചാരി നിന്നിട്ട് വർത്തമാനം പറയാണ്. വെലിഞ്ഞ് ശോഷിച്ചു പോയ, ചുമച്ച് ക്ഷയം വന്നു പോയ ഒരു തെരുവ് ഗുണ്ട. ആ ഗുണ്ടയുടെ പേരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി. തരം പോലെ നിങ്ങളെടുത്ത വർഗീയ നിലപാടുകളെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം തള്ളുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും എ റഹീം ഓർമ്മിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യൂത്ത് അലേർട്ടിന്റെ ഭാഗമായി വടകര കോട്ടപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് യുവജനങ്ങളാണ് പങ്കെടുത്തത്. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ, ഡിവൈഎഫ്ഐ നേതാക്കളായ KM സച്ചിൻ ദേവ്, LG ലിജീഷ്, മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.